ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോഴേ എന്നാൽ 2-3 ദിവസം കൊണ്ട് നമുക്കിവിടെ മുറ്റത്ത് പള്ളി ഉണ്ടല്ലോ, അവിടെ കൺവെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് വീഡിയോകളൊക്കെ അങ്ങോട്ട് നമ്മൾ തട്ടിക്കൂട്ട് വീഡിയോകളൊക്കെ ആയിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ പുറകിലോട്ട് പോയി ഞാൻ കേട്ടോ. അപ്പോഴേ ഇന്ന് നമുക്കേ എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ടാക്കി ഞാൻ എല്ലാം ചെയ്ത് വെച്ചേക്കുകയാണ് കേട്ടോ. മിക്സ് എല്ലാം ചെയ്ത് വെച്ചേക്കുകയാണ്. അത് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ വിചാരിച്ചു എന്തായാലും വേറെ വീഡിയോ ഒന്നും എടുത്ത് വെച്ചാൽ ഇത് നമുക്ക് അങ്ങോട്ട് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൊഞ്ച് ഫ്രൈ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നേരത്തെയൊക്കെ നമ്മളിവിടെ വറുത്തരച്ച് തീയലായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇവർക്കറിയാൻ വയ്യാത്ത പ്രായത്തിൽ. പക്ഷേ ഇവരെങ്ങോട്ട് എന്തായി ഇതൊക്കെ അങ്ങോട്ട് ഫ്രൈ ചെയ്തങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞാൽ അമ്മ ഇനി തീയൽ വേണ്ട, എങ്കിൽ ഇങ്ങനെ ചെയ്ത് മതിയെന്ന് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പോൾ നല്ല കൊഞ്ചായിരുന്നേ, നല്ല വലിപ്പമുള്ള വെള്ളക്കൊഞ്ച് അതാണ് കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്യാം, നമുക്ക് കഥയും പറയാം, നമുക്ക് എന്താ കൊഞ്ച് ഫ്രൈയും ചെയ്യാം കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവർ പിന്നെ ഇനി എന്താ അതിനകത്ത് സവാളയും ഒക്കെ അരിഞ്ഞൊക്കെ ഇട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഫ്രൈ ചെയ്താൽ കൊടുത്താൽ അറിയാം, രണ്ടുപേർക്കും തന്നെ ഉണ്ടാക്കാനൊക്കെ അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ഇനി ഇതായിക്കോട്ടെ. ഇത് നല്ല എൻ്റെ തവ കണ്ടോ, ഇത് ഒരു അടൂരുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. യൂട്യൂബിലൊക്കെ അത് വൈറലായ ഒരു കടയാണ്. ഈ മണ്ണിൻ്റെ കുക്കറുള്ള മണ്ണിൻ്റെ കുക്കർ മൺചട്ടി കടയിൽ നിന്ന് വാങ്ങി. ആരാണ് ഇവിടെ ആണ് മൺചട്ടിക്കട, അടൂർ ബൈപ്പാസിൻ്റെ അവിടെ നിന്ന്. അങ്ങനെ അവിടെ ഞാൻ ഇത് വീഡിയോ കണ്ട് അങ്ങനെ പോയതാട്ടോ. ഇത് ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയതാണ്. അങ്ങനെ പോയി ഞാൻ പക്ഷേ അതൊന്നും എടുത്തില്ല. കുക്കറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങൾ, 2 താഴെയുണ്ട് മേലും ഉണ്ട് ബൈപ്പാസിൻ്റെ അവിടെ. അവിടെ അന്നേരം അവിടെ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചത് നല്ല രസമുണ്ട്. എത്ര 350 രൂപ. നല്ല വലിയ തവ, ഇരുമ്പിൻ്റെ. ഇതിനകത്തൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ, സൂപ്പറാണ്. മീൻ വറുത്തതാണേലും എന്ത് തന്നെ വെച്ചാലും നമ്മൾ കറിയിൽ ഇച്ചിരി കറികളൊക്കെ ആണെങ്കിലും സവാളയൊക്കെ ഇതിനകത്ത് വഴറ്റിയൊക്കെ ഉണ്ടല്ലോ, എടുത്താലുണ്ടല്ലോ നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്. ഇരുമ്പിൻ്റെ അല്ലേ, ഇരുമ്പൊക്കെ കഴിക്കണം നമ്മളല്ലേ, ഇരുമ്പൊക്കെ കഴിക്കണം കൂട്ടരെ. നമ്മളങ്ങനെ കൊഞ്ചും ഞാൻ എല്ലാം ഇങ്ങനെ മസാലയൊക്കെ പുരട്ടി, എന്താ മസാലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്ത് ഞാൻ കോൺഫ്ലവർ, അവർക്ക് ഇച്ചിരി ഒരു ഇത് വേണമല്ലോ, ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കണമല്ലോ. അപ്പോഴത് എല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെച്ച് കേട്ടോ. മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒത്തിരി നേരമായി. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ഇതങ്ങ് വീഡിയോ ആക്കി എടുക്കാവുന്നേ. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ എന്തുകൊണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നു. നിങ്ങൾ കറിവേപ്പില കൂട്ടനെ ഇച്ചിരി ഇട്ട് കൊടുക്കുക. ഇതാണ് ഞാൻ കഴുകിയെടുത്തത്. ഉണക്കല്ലേ പൊടി, അല്ലാത്തപ്പോഴാണെങ്കിലും കഴുകിയെടുക്കണം, എന്തെങ്കിലുമൊക്കെ കാണും. നമുക്ക് കൊഞ്ചിനോട് കൊഞ്ചിക്കൊണ്ട് വറക്കാം. വലുതാട്ടോ, ചെറുതലച്ച് വലുതായിരുന്നു. ഞാൻ കഴിക്കത്തില്ല കേട്ടോ, സുപ്പ് ഇതൊന്നും കഴിക്കത്തില്ല. കൊലത്തെ കുട്ടിയാ, അതുകൊണ്ട് ഇതൊന്നും കഴിക്കത്തില്ല കേട്ടോ. സുപ്പ് ഇതൊന്നും കഴിക്കത്തില്ല. എല്ലാം ഉണ്ടാക്കി കൊടുക്കും പപ്പയ്ക്കും മക്കൾക്കും. പക്ഷെ ഞാനിതൊന്നും കഴിക്കത്തില്ല, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇതൊക്കെ എടുക്കുന്നത് തന്നെ പേടിയാ. മോള് തന്നെത്താനെ ഇത് ഉള്ളിൽ കറക്കി തന്നു. എന്താ നമുക്ക് ഇഷ്ടപ്പെടാത്തത് കഴിക്കുമ്പോൾ എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ ഈ നമ്മുടെ ചിക്കനും ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയത് ഞാനിവിടെ കഴിക്കത്തില്ല. ഞാനതിന് ഇവരെയും കൊണ്ടൊക്കെ എന്തെങ്കിലും സൂത്രപ്പണികൾ ചെയ്തെടുക്കാൻ നോക്കും കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. തന്നെ വെച്ചാൽ നമുക്ക് തന്നെ കഴിക്കാൻ മതിയല്ലേ. ലൈവൊക്കെ ഇട്ടാലേ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കുറയും. എനിക്കറിയത്തില്ല കേട്ടോ, നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. ആകെ കുഴപ്പങ്ങൾ തന്നെ വീഡിയോ. അപ്പോഴേ നമ്മൾ എല്ലാം തിരിച്ചിട്ട് രണ്ടാമത്തെ വർഷം എന്ത് ചെയ്യും, നമ്മൾ പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുളകും മല്ലിയൊക്കെ ഞാൻ വെയിലത്ത് കൊണ്ടിട്ടു. പിന്നെ ഇച്ചിരി പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണികളെല്ലാം തീർത്ത് കഴിഞ്ഞതേ ഞാനൊന്നും കൂടെ ഇരുന്ന് തിരിച്ചിട്ട് കേട്ടോ. തിരിച്ചിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്.
ഭയങ്കര മഴക്കോട് വെയിലൊക്കെ വെട്ടമെന്ന് പറയുന്നില്ല. നമ്മുടെ അടുക്കളയിലോട്ട് മുറ്റത്ത് വെട്ടമില്ല, വെയിലില്ലെങ്കിൽ അടുക്കളയ്ക്കകത്ത് എന്താ ഭയങ്കര ഇരുട്ടാവും. ഞാനൊരു പരുവായി വെയിലല്ല, വെയിലൊക്കെ കൊണ്ട് കേട്ടോ. ഇപ്പം പോയി വെയിൽ പോയി. നമ്മുടെ ചെമ്മീൻ അങ്ങനെ റോസ്റ്റായി വരും. വെയിലില്ല കൂട്ടുകാർ, ഒട്ടും ഇപ്പം വെയിൽ. നമ്മുടെ വീഡിയോ എടുക്കാൻ സമയമായപ്പോഴത്തേന് വെയിൽ ഒട്ടുമില്ല കേട്ടോ. സാരമില്ല. പിന്നെ ഇടയ്ക്കൂടെ ആരെങ്കിലും ഒക്കെ വരും കേട്ടോ. അന്നേരം ഇന്നിപ്പോൾ ഇവിടെ ആരുമില്ല. അമ്മയെ കാണാനൊക്കെ ഓരോരുത്തർ വരും. അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് പള്ളി വരും. അപ്പോഴവരുടെ അടുത്ത് ഇച്ചിരി നേരം കഥയും പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ പകുതി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി നമ്മൾ ഫുള്ളാക്കണ്ടേ. അല്ലേ കൊണ്ടേ നിന്നെ പാതി വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ശരിയാണോ അല്ലേ? പാതി വഴി ഇട്ടിട്ട് പോകുന്ന ശരിയല്ലേ? എൻ്റെ പൊന്നെ ഇന്ന് വെയിലില്ലെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ പകുതി വഴിയിൽ ഇട്ടിട്ട് പോകുന്നത് ശരിയാണോ? അവനെ തട്ടിയിട്ടിട്ട് ഞാനങ്ങ് പോയാൽ ശരിയാവും അല്ലേ? അങ്ങനെ നമ്മൾ കൊഞ്ചിനോട് കൊഞ്ചി അതൊക്കെ റോസ്റ്റായി കേട്ടോ. ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീഡിയോ ഇടാനൊക്കെ മടിയാണ് കൂട്ടുകാർ. ഒന്നാമത്തെ കാര്യം വീഡിയോ ഇട്ട വ്യൂസൊന്നുമില്ല, ആരും കാണുന്നില്ല. അതിൻ്റെ കൂടെ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല എൻ്റെ മൊബൈലിൻ്റെ അകത്ത് വീഡിയോ എടുക്കുന്നതിൽ. എന്തൊക്കെയോ ഒരു വശപ്പിച്ച് ഈ വീഡിയോയ്ക്കകത്ത് കേട്ടോ. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് തന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്താണോ എന്തോ എനിക്കറിയത്തില്ല. കളർ കുറവാണോ വെട്ടക്കുറവാണോ എന്തോ മനസ്സിനകത്ത് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ഇടാൻ ഭയങ്കര മടിയാണ് എനിക്ക്. നമ്മളൊരു മനസ്സിനൊരിതില്ലാതെ നമ്മൾ വീഡിയോ ഇട്ടാലും അതെങ്ങനെ ചെല്ലത്തില്ല. സത്യമല്ലേ? അപ്പോഴേ നമ്മുടെ ഫ്രൈയൊക്കെ കൊഞ്ച് ഫ്രൈയൊക്കെ ഒത്തിരി അങ്ങ് വേണ്ട, പ്ലാസ്റ്റിക് ആയി പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരുപാടങ്ങ് മൂപ്പിക്കുന്നില്ല. നന്നായിട്ടിതായി. എന്ത് കൊഞ്ചാണേ, കൊഞ്ചിനോട് കൊഞ്ചി. കൊഞ്ച് ഫ്രൈ റെഡിയായി. അങ്ങനെ നമ്മുടെ കൊഞ്ച് ഇവർ പിന്നെ ഇങ്ങനെ കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. സവാളയൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെയൊക്കെ കഴിക്കുന്നത് കേട്ടോ. ഇച്ചിരി മുഴുത്ത കൊഞ്ചായിരുന്നു കേട്ടോ. അപ്പോഴവിടെ സെറ്റായിരിക്കട്ടെ. അവൻ കഴിക്കുമ്പം ഇനി അവരാരും ഇവിടെ ഇല്ല കേട്ടോ. മോൻ മാത്രം ഇങ്ങോട്ട് വന്ന്. അപ്പോൾ എനിക്ക് വേണ്ട ഞാൻ തണ്ടത്തിട്ടത്. ഞാനല്ലാതെ നമുക്ക് ചുമന്ന മീനൊക്കെ, ചുമന്ന മഞ്ഞക്കോര വറുത്ത് വെച്ചിട്ടുണ്ട്, കറി വെച്ചിട്ടുണ്ട്, നമ്മുടെ ഉള്ളിത്തണ്ട് തോരൻ, അതൊക്കെയാണ് കേട്ടോ എൻ്റേത്. ചമ്മന്തി അരച്ചു, പച്ചമോര് ഇരിപ്പുണ്ട്, അതൊക്കെ കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത്. എനിക്കിഷ്ടമല്ല ഇതൊന്നും കേട്ടോ. അപ്പോഴേ വെയിലില്ല കൂട്ടുകാരെ, മനസ്സിന് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട് കേട്ടോ. വീഡിയോ ഇങ്ങനെ ആരും കാണാതൊക്കെ പോകുന്നത് കൊണ്ട് ഭയങ്കര വിഷമമുണ്ട്. അടച്ച് വെച്ച് ഇരിക്കട്ടെ, അപ്പുറത്ത് വെച്ച്. അപ്പോൾ കഴിക്കാനൊന്നും സമയമായില്ല, വെയിലും വെട്ടം ഒന്നുമില്ലയോ. ദേഷ്യം വന്നിട്ട് വയ്യ. എൻ്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം പോകുന്നു ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ. അമ്മണിക്ക് സുഖമില്ലെന്ന് ഞാൻ നേരത്തെയുള്ള വീഡിയോക്കകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മണിക്ക് സുഖമില്ല. അമ്മണി എന്ന് പറയുന്നത് എൻ്റെ വാഷിംഗ് മെഷീൻ കേട്ടോ. അവൾക്ക് സുഖമില്ലെന്ന് ഞാൻ ഒത്തിരി ദിവസം കൊണ്ട് ഞാൻ പറയുന്നു. അപ്പോഴവളെ ശരിയാക്കാൻ 2 പേര് വന്നിട്ടുണ്ട്. മെയിലിൽ നമുക്ക് ചായ ഇട്ട് കൊടുക്കണം ഇനി. അപ്പോഴിങ്ങനെ ഓരോരുത്തർ നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഗസ്റ്റുകളാണേലും അല്ലാത്തവരാണേലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുഖം വലുതായിട്ടിപ്പോൾ വീഡിയോ എടുപ്പൊക്കെ കമ്മിയാണ് കേട്ടോ. പൊതുവേ ഒരു മടിയാണ് എനിക്ക്. അവർക്ക് ചായ ഇട്ട് കൊടുക്കണം, എന്തെങ്കിൽ കഴിക്കാനും കൊടുക്കണം. അപ്പോൾ ചായയൊക്കെ ഇട്ട് ഞാൻ കൊടുക്കട്ടെ കേട്ടോ. ഞാൻ രാവിലെ അങ്ങ് അനത്തി, നമ്മൾ രാവിലെ അല്ലേ കാച്ചി, അപ്പോഴനത്തി അങ്ങ് വെക്കും. രാവിലെ അനത്തി അങ്ങ് വെച്ചാൽ എനിക്കതാണ് ഇഷ്ടം കേട്ടോ. ഞാനിവിടെ എന്നിട്ട് പാടയങ്ങ് മാറ്റി വെക്കും.
അങ്ങനെയാണ് ഞാനിവിടെ ചായ ഇടുന്നത് കേട്ടോ. പച്ചയ്ക്ക് വെക്കത്തില്ല കേട്ടോ, പച്ചയ്ക്ക് പാലെടുത്ത് വെക്കത്തില്ല, എനിക്കിഷ്ടമല്ല അത്. അവർക്ക് ചായ ഇട്ട് കൊടുക്കാം. കൊച്ചുമില്ലേ, ഒന്ന് ആങ്ങളയുടെ മോന്, ഒന്ന് അവൻ്റെ കൂട്ടുകാരൻ. അമ്മണിയെ ശരിയാക്കി ഒക്കത്തുള്ളൂ കേട്ടോ, എനിക്കെല്ലാം കൂടെ ഒക്കത്തില്ല, പറ്റത്തില്ല. അമ്മണിക്കുട്ടി ശരിയാവട്ടെ അല്ലേ, അപ്പോഴും ചായയൊക്കെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ, അതിനായിട്ടൊക്കെ നിൽക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. കുഞ്ഞു വീഡിയോ, വെയിലും വെട്ടം ഒന്നുമില്ല, എൻ്റെ കൂട്ടുകാരെ ഭ്രാന്ത് പിടിച്ചിട്ട് വയ്യ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് തിരക്കായിരുന്നു കേട്ടോ, അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു, അമ്മയെ പറഞ്ഞു വിടണമായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ ദിവസം തിരക്കുകളാണ്. ഹോസ്പിറ്റൽ കേസൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സമാധാനമുണ്ട്, പോയിട്ട് വരുന്നത് വരെ നമുക്ക് അതിനേക്കാട്ടിൽ അങ്കലപ്പാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച പോയി അമ്മയ്ക്ക് തീരെ വയ്യായി, അന്ന് മുതൽ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഇതിനൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ് സത്യം. അയ്യോ, തലയ്ക്ക് മീതെ ഭാരങ്ങൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സാകെ അസ്വസ്ഥമാണ് കേട്ടോ. സത്യമായിട്ട് നമുക്ക് അങ്ങോട്ട് ടെൻഷനാണ്. ടെൻഷനില്ലാത്തൊരു സമയമില്ല ഈ സുപ്പൂന്, ആകെ മൊത്തത്തിൽ ടെൻഷനാണ്. ഇതൊക്കെ എന്ന് മാറുമെന്നൊന്നും എനിക്കറിയാൻ വയ്യ. എന്നാലും കുഞ്ഞ് വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാർ. അപ്പോഴും നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളൊക്കെ കിടക്കുന്ന അതൊക്കെ ചെയ്യണം, സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. വീട്ടുവിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ.